ഹായ് ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. സോ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് നിന്നാണ്. സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് പാക്കിൽ എന്താ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ഗെറ്റ് 2 ഇഡ്ലി, പിന്നെ 2 ഊത്തപ്പം, 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചട്നീസ്, കുറച്ച് പീസ് ഓഫ് പപ്പായ ആൻഡ് കുറച്ച് വാട്ടർമെലൺ. ഓക്കെ, ആൻഡ് ഊത്തപ്പം ഓക്കെ, ഐ ക്യാൻ ഗീവ് 6 ഔട്ട് ഓഫ് 10 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ 2 പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു ആൻഡ് ഒരാൾക്ക് വരണം. ഓക്കെ, സോ ആ ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ് ഇന്നത്തെ ഡേ ഞങ്ങൾ മൂവ് ചെയ്യാൻ പോയത്. സോ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് റെഡി ആയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. ആൻഡ് സ്പോട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു വണ്ടി റെൻറ്റിന് എടുക്കണം. അപ്പോൾ വണ്ടി റെൻറ്റിനെടുക്കാൻ ആദ്യം ഊബർ ഓട്ടോ വിളിച്ചു, അതിൽ കയറിപ്പോയി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വൈസാഗ് സിറ്റിയിലെ റോഡ് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സ് ദേ ആർ പെർഫെക്റ്റ്ലി ക്ലീൻ. അങ്ങനെ ഞങ്ങൾ എവർഗ്രീൻ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു, വണ്ടി റെൻറ്റിനെടുത്തു. ആൻഡ് പെർ ഡേ 800 റുപ്പീസാണ് ആക്റ്റീവയുടെ റെൻ്റ് എന്ന് പറയുന്നത്. അത് സീസൺ ആയതുകൊണ്ടാണ്. ആൻഡ് എവറി ഡേ ഇറ്റ് വാസ് ആക്ച്വലി ഇൻക്രീസിങ്. സോ 2 ദിവസത്തേക്ക് ഞങ്ങളത് റെൻ്റ് എടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഗൈസ്, നിങ്ങളൊരു വണ്ടി റെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കുക. കാരണം അറ്റ് ദ എൻഡ് എന്തെങ്കിലും ആ വണ്ടിക്ക് പറ്റിയെന്ന് അവർ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ നോക്കും. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അങ്ങനെ റോഡ് എൻജോയ് ചെയ്ത് ദ ക്ലൈമറ്റ് വാസ് സോ ഗുഡ്. നല്ലൊരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു, എന്നൊരു ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടായ കൈലാസഗിരി. ഓക്കെ, ഇറ്റ്സ് എ ഹിൽ ടോപ്പ് വ്യൂ പോയിൻറ്റ്. ആൻഡ് അവിടെ ഒരു വലിയ ശിവനും പാർവതിയുടെയും സ്റ്റാച്ചു ഉണ്ട്, അത് കാണിച്ചു തരാം. അവിടെ എത്തുന്നതിന് മുന്നേ ദർ ആർ സം വ്യൂ പോയിൻറ്റ്സ്. പല ഹെയർ പിന്നിൻ്റെ അവിടെയും ഓരോ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഐ വാസ് ആക്ച്വലി വണ്ടറിങ് ഇവരെങ്ങനെയാണ് ഈ റോഡ് ഇത്രയും വൃത്തിയാക്കി വെക്കുക. കാരണം ഇത്രയും മരങ്ങളുണ്ട്, ഒരു ഇലക്കഷ്ണം പോലും അവിടെ എവിടെയും വീണ് കിടക്കണ കണ്ടില്ല. സോ ദാറ്റ് വാസ് സോ ക്ലീൻ. അങ്ങനെ കുറച്ച് വ്യൂ പോയിൻ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ RK ബീച്ചിൻ്റെ ഒരു ഏരിയ ആണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി 360 മീറ്റർ എബോവ് ഫ്രം ദ സീ ലെവൽ ഈ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കയറി ചെന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ദ എൻട്രൻസ് ഓഫ് ദ കൈലാസഗിരി. ഓക്കെ, ഇതൊരു നല്ല തിരക്കുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ രഘുവിനൊരാഗ്രഹം ഈ ഒരു കൈൻഡ് ഓഫ് ബഞ്ച് ജമ്പിങ് പോലത്തെ ഒരു സാധനം ചെയ്താലോ എന്നുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ഓൺലി 150 റുപ്പീസ് ഒരാൾക്ക്. ആൻഡ് അതിൽ കയറി പോകുമ്പോഴുള്ള മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നല്ല രസമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം നന്നായിട്ട് അവൾ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ കുട്ടി കാണിക്കുന്നത്, ഈ കുട്ടിയുടെ എക്സ്പ്രഷൻ. ഇറ്റ് വാസ് റിയലി ഫൺ. ഞാനത് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് ഈ കാണുന്ന ശിവനും പാർവതിയുടെയും സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കുണ്ടാവും. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഫോട്ടോസ്, വീഡിയോസ്, പിന്നെ അവിടെ ഫോട്ടോ എടുത്തു തരാൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, അവരെയും കൊണ്ട് എടുപ്പിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോഴാണ് രഘുവിന് അടുത്ത ആഗ്രഹം ഒരു സിപ്പ് ലൈൻ യാത്ര ചെയ്യണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ വെച്ച്. സോ പേടിയുണ്ടോ? Yeah, I've started. സോ ഗൈസ്, അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ കടലാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് വരുന്ന ഒരു കാറ്റ്, ഞാനത് വീഡിയോയിൽ പറഞ്ഞാൽ പോലും മനസ്സിലായി, അത്രയും തണുത്ത കാറ്റ് ഇങ്ങനെ നമ്മുടെ ദേഹത്തടിക്കുന്നുണ്ടാവും. സോ അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ഇത് ചെയ്യുന്നത് ഒരു 4th ഫ്ലോറിൻ്റെ ഹൈറ്റിൽ നിന്നാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നേരെ ഈ ഒരു ബീച്ച് റോഡ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നു. കാരണം ഇറ്റ്സ് ലൈക്ക് 50 കിലോമീറ്റേഴ്സ് ബീച്ച് ചേർന്നിട്ടുള്ള നല്ല സൂപ്പർ റോഡ്. ആക്ച്വലി എനിക്ക് സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവിടെ അത്ര അടിപൊളി റോഡായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഞങ്ങൾ ബൈക്കിൽ റൈഡൊക്കെ പോയിട്ട് വന്ന് നല്ല വിശന്നിരിക്കുകയാണ്. നല്ല ഉച്ച സമയമായി, 1:30-1:45 നേരെ വന്ന് നല്ലൊരു ബിരിയാണി, നല്ല ഹൈദരാബാദി ബിരിയാണി. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്.
ഹായ് ഗൈസ്, സോ ബാക്ക് ടു ഈവനിങ് വൈബ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ടീ കുടിക്കുന്നു. ചായ കുടിക്കുന്നു. അത് എന്നാലേ ഇത് ഓണമുള്ളൂ. അതെന്ത് അത് കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ പോകും. സോ അഗെയിൻ ഞങ്ങൾ ഈവനിങ് വണ്ടി എടുത്ത് ഋഷികുണ്ട ബീച്ചിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് നോട്ട് ദ മെയിൻ പ്ലേസ്. അവിടെ വന്ന് അധികം ആരൊന്നും ഇല്ലാത്തൊരു സ്ഥലം. അവിടെ വന്ന് ഞങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് ഒന്നും കൂടി നടത്തി വളരെ സമാധാനമായിട്ട് പരസ്പരം രണ്ടുപേരും നല്ല ടൈമും വളരെ പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര കാം, ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് പ്ലേസ് വിച്ച് ഐ വിൽ സജസ്റ്റ് യു. ആൻഡ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ഷിപ്പ് കാണാൻ പറ്റും. ആ ഷിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ വി എൻജോയ് ദ ടൈം ദെയർ. സോ ഗൈസ്, നിങ്ങൾ ആ ഷിപ്പിൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ട് ഒരു ചെറിയ ഷിപ്പാണെന്ന്. ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയത്. പക്ഷേ അടുത്ത് വന്നപ്പോൾ ഒരു വളരെ വളരെ വലിയ ഷിപ്പ്. അതിൻ്റെ അതിൽ നിങ്ങൾക്ക് പേര് കണ്ടിട്ടുണ്ടാവും, MV മാ എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ഷിപ്പിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു കാർഗോ ഷിപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വിശാഖപട്ടണം പോർട്ടിൽ നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് അന്ന് ഒക്ടോബർ 2020 ഈ ഷിപ്പ് ഇവിടെ വന്ന് അടിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആങ്കർ ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയി. ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ഈ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിട്ട് അത് പൊട്ടിയിട്ടാണ് ഈ ഷിപ്പ് 2020 ഇവിടെ വന്ന് ചേർന്നതാണ്. ഇറ്റ്സ് സോ ഹ്യൂജ്. ഒരു 80 മീറ്റർ നീളമുള്ള ഒരു വലിയ ഷിപ്പ്. ഞാൻ അതിൻ്റെ അടുത്ത് എത്രയുണ്ടെന്ന് നോക്ക്. ഒരു പൊടിക്കുഞ്ഞാണ് ഞാൻ. സൂപ്പർ സാധനല്ലേ? അതായത് ഒരു 2-3 മനുഷ്യന്മാരുടെ വലിപ്പുണ്ടാവും എൻ്റെ ഫാൻ. ഉള്ളിൽ കാശ് കൊടുത്ത് കയറ്റിയിടാലോ. സോ എന്തായാലും ഗൈസ്, അത് ഫൈനലി ആ ഒരു പ്ലേസ് ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ഷിപ്പിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ ഈ സ്പോട്ടിലേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു അഗെയിൻ ഒരു 1.5 hours അവിടെ ഇങ്ങനെ കുറേ കല്ലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് നന്നായി സ്പെൻഡ് ചെയ്ത് രാത്രി ഇങ്ങനെ കടലിൽ കൂടിയൊക്കെ നടന്നു. എന്താ പറയുക, വി ഹാഡ് ലോട്ട് ഓഫ് ടൈം ടുഗെദർ. നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പേഴ്സണായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇനി നൈറ്റ് റൈഡിന് സമയമായി. അപ്പോൾ അങ്ങനെ പിന്നെയും വണ്ടി എടുത്തു. സീ ദ റോഡ് മാൻ, മൈ ഗോഡ്, സോ ഗുഡ്.